ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് ഇടവമാസം 24-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 7-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, പുണർദമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പകർന്നു തരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി എറണാകുളത്തു നിന്നും സജീവ് എഴുതുന്നു. മകന് 1.5 വർഷത്തോളമായി പഠന താല്പര്യം തീരെയില്ല. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ ഇവരെ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യില്ല. വളരെ നല്ല കുട്ടിയായിരുന്നു. എന്താണ് ഈ മാറ്റത്തിന് കാരണം? പരിഹാരം എന്ത്? വിദ്യാഭ്യാസത്തിൻ്റെയും കൗശലബുദ്ധിയുടെയും ബുദ്ധികൂർമ്മതയുടെയും മാതുലൻ്റെയും വിനോദത്തിൻ്റെയും കാരകസ്ഥാനം വഹിക്കുന്ന, ചുമതല വഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. പിതാവിൻ്റെയും പിതൃക്കളുടെയും ആത്മാവിൻ്റെയും കാരകസ്ഥാനം വഹിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. അതുപോലെ മാതാവിൻ്റെയും മനസ്സിൻ്റെയും മാതൃവഴി ബന്ധുക്കളെയും കുറച്ച് കാരകസ്ഥാനം, ഉത്തരവാദിത്വം വഹിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. സഹോദരൻ്റെയും പരാക്രമത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളുടെ കാരകത്വം വഹിക്കുന്നത് ചൊവ്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാപഗ്രഹമാണ്. പാപസ്ഥാനത്ത് നിൽക്കുമ്പോഴേ ചൊവ്വാഗ്രഹം പാപമാവുന്നുള്ളൂ. യോഗകാരകന്മാരായിരിക്കുന്ന ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുമ്പം മംഗളകാരകനും കൂടിയാവുന്നു ചൊവ്വ. അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും സന്താന പരമ്പരകളുടെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാരകസ്ഥാനം ജൂപ്പിറ്റർ, അതായത് വ്യാഴം എന്ന് പറയുന്ന ബൃഹസ്പതി ഗ്രഹമാണ്. രോഗത്തിൻ്റെയും അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും മരണകാരണങ്ങളും മറ്റൊക്കെ സൂചിപ്പിക്കുന്നതും ശനി എന്ന് പറയുന്ന ഗ്രഹമാണ്. ഓരോ ഗ്രഹങ്ങളും സൂര്യഭഗവാനുമായി എത്ര അകടി ദൂരം, എത്ര കിലോമീറ്റർ ദൂരത്തിൽ നിന്നാൽ അതിന് മൗഢ്യം സംഭവിക്കുന്നു എന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. 13 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഈ ജാതകത്തിൽ സൂര്യനുമായി ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. അങ്ങനെ 13 ഡിഗ്രിയിൽ ഒരു ഗ്രഹനിലയിൽ അല്ലെ ഒരു ജാതകത്തിൽ, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ, കുട്ടികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും വൃദ്ധന്മാർക്ക് ആണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ജാതിമത ഭേദമന്യേ യാതൊരുവിധ പ്രായഭേദമില്ലാതെയും ഉച്ചനീചത്വങ്ങളില്ലാതെയും രാജ്യാന്തര ഭേദങ്ങളില്ലാതെയും 13 ഡിഗ്രിയിൽ ബുധൻ നിന്നാൽ ആ ഗ്രഹം മൗഢ്യതയിൽ നിൽക്കുന്നു എന്നാണ്. മൗഢ്യതയിൽ വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിലും വിദേശികൾക്കാണെന്നുണ്ടെങ്കിലും ആ ഗ്രഹം മൗഢ്യതയിൽ വന്നാൽ പഠിക്കുന്നത് ബൈഹാർട്ടാവാൻ ബുദ്ധിമുട്ട് വരും. പഠന സമയങ്ങളിൽ ഏകാഗ്രത കുറയുന്നതിനോടൊപ്പം തന്നെ ക്ഷീണവും ആലസ്യവും മടിയും മന്ദതയും ഉത്സാഹക്കുറവും വന്നുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ അവസ്ഥാന്തര വ്യത്യാസം സംഭവിച്ചിരിക്കും. അത് 13 ഡിഗ്രിയിൽ നിന്നാൽ ഉള്ള ഫലമാണ്. മറിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം യോഗകാരകന്മാരായി ലഗ്നത്തിൻ്റെ 4, ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 10-ാം ഭാവത്തിൽ, വിശിഷ്യ കന്നി മിഥുനൻ രാശികളിൽ ബലവാനായിട്ട് നിന്നാൽ, യോഗകാരകന്മാരായിട്ട് നിന്നാൽ, അവർ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുട്ടികൾ വെറുതെ കെയർലെസ് ആയിട്ടിരുന്നാൽ പോലും അധ്യാപകർ പഠിപ്പിക്കുന്ന അന്നേരം മനസ്സിൽ പതി. ആ ഗ്രഹം പവർഫുള്ളായിട്ട് നിന്നാൽ, യോഗകാരകന്മാരായിട്ട് നിന്നാൽ യോഗഫലവും, അതുപോലെ തന്നെ മൗഢ്യതയിൽ നിന്ന് കഴിഞ്ഞെന്നാൽ അതുകൊണ്ട് ഫലമില്ല. എന്നാൽ ഇത് മനസ്സിലാക്കി ചിലർ മൗഢ്യത മാറുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യയിൽ നിന്ന് തന്നെ ഉദ്യോഗം ലഭിക്കണമെന്നില്ല. സജീവന് പഠന താല്പര്യം തീരെ ഇല്ലാതെ വന്നത് ഈ ബുധൻ്റെ കുഴപ്പമാണ്. തന്നെയുമല്ല 12 വയസ്സ് വരെ ശനിദശയും ഉത്രട്ടാതി നാളായിരുന്നു. അതിനുശേഷം 12 വയസ്സ് കഴിഞ്ഞപ്പോൾ
17 കൊല്ലത്തേക്ക്, അതായത് 29 വയസ്സ് വരെ ബുധൻ എന്ന് പറയുന്ന മൗഢ്യതയെ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ശരിയാണ്, പഠന താല്പര്യങ്ങൾ കുറയും. 29 വയസ്സ് വരെ ഭരിക്കുന്നു. ആ 29 വയസ്സ് വരെ മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും ഒക്കെ ദേഷ്യവും ധിക്കാരവും എതിർത്ത് സംസാരിക്കുകയും ഒക്കെയായിരിക്കും ഫലം. അതിനുശേഷമേ യോഗകാരകന്മാരായിട്ടുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ. പിന്നീട് നിൽക്കുന്നത് പാപഗ്രഹമാണെങ്കിലും ഖേതുദശയാണ് 7 കൊല്ലം. ഈ ഖേതുദശയിൽ വളരെയധികം സമ്പത്തും അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധിയും ഉദ്യോഗലബ്ധിയും പരസഹായങ്ങൾ പ്രഭുജനപ്രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള വരുമാനങ്ങൾ, അതിശയകരമായ വരുമാനങ്ങൾ ഇതെല്ലാം ഉണ്ടാകുകയും ചെയ്യും. ആ മൗഢ്യം മാറുന്നതിന്, ശമനം വരുന്നതിന് ഒരു ബുധനാഴ്ച ദിവസം പേര് നക്ഷത്രവും ചേർത്ത് പ്രയങ്കു കലികാശ്യാമം ജപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണാപേദോത്തം ബുധം പ്രണതോസ്മ്യഹം ബുധനെ പ്രകീർത്തിക്കുന്ന ബുധമന്ത്രങ്ങളാൽ ജലകന്ധപുഷ്പധൂപദേവ ജലാന്തം ബുധപൂജ നടത്തി ബുധയന്ത്രം ധരിക്കുകയും മരതകപ്പച്ച എന്ന് പറയുന്ന രത്നം, അല്ലെങ്കിൽ എമറാൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രത്നം ഒരു 4 ക്യാരറ്റ് ചെറുവിരലിൽ ധരിപ്പിക്കുകയും ചെയ്യുക. കഴിവതും ബുധനാഴ്ച ദിവസം ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുക. അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ശ്രീരാമക്ഷേത്രങ്ങളിലൊക്കെ ദർശനങ്ങൾ നടത്തുക, പുഷ്പാഞ്ജലികൾ നടത്തുക. അതുപോലെ തന്നെ ബുധപൂജ നടത്തി ബുധയന്ത്രം മരതകം എമറാൾഡ് രത്നം ധരിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ വിദ്യാഭ്യാസത്തിൽ കുറേ കൂടെയൊക്കെ മെച്ചം ഉണ്ടാകുകയും 29 കഴിഞ്ഞ് അതീവ ഭാഗ്യവാനായി തീരുകയും ചെയ്യും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.